ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ ബോളി തയ്യാറാക്കാം. പിന്നെ നമുക്ക് പൈനാപ്പിൾ ചെത്തി കഷ്ണാക്കി എടുക്കാം. പൈനാപ്പിൾ ഇതുപോലെ തീരെ കനം കുറച്ച് കഷ്ണാക്കി എടുക്കണം. നമ്മൾ നല്ല പഴുത്തം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരിക്കണം. ഇനി ഇത് മുക്കിയിടാനുള്ള മാവ് തയ്യാറാക്കാം. അതിനായി 4 സ്പൂൺ മൈദ, 1 സ്പൂൺ അരിപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ദോശമാവ്, ദോശയുടെ അപ്പത്തിൻ്റെ ഒക്കെ പുളിച്ച മാവ് ചേർത്താൽ നല്ലതാണ്, 3 സ്പൂൺ പഞ്ചസാര, ഒരു ലേശം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മാവിനകത്ത് വെള്ളം അധികമായി പോവാതെ ഇതുപോലെ കുഴച്ചെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. എല്ലാവരും ബീഫ് റോസ്റ്റും ഏത്തക്ക ബോളിയും കൂട്ടിയല്ലേ കഴിക്കാറ്. ഇന്ന് നമുക്ക് പൈനാപ്പിൾ ബോളിയും ബീഫ് റോസ്റ്റും കൂട്ടി കഴിക്കാം. ഇനി കോരിയെടുക്കാം. ഇനി ബാക്കിയെല്ലാം ഓരോന്നായി ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പം നമ്മുടെ പൈനാപ്പിൾ ബോളി ഇവിടെ റെഡിയായി. നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പൈനാപ്പിൾ ബോളിയും ബീഫ് റോസ്റ്റും നമുക്ക് കഴിച്ചു നോക്കിയാലോ? ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ.